കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഒരു കാര്യമില്ലാണ്ട് മൊബൈൽ ഫോണിൽ സ്ക്രോൾ ചെയ്തിട്ട് ഓരോ ദിവസവും നിങ്ങൾ മണിക്കൂറുകൾ കളയുന്നുണ്ട്. ഈ ഒരു 10-15 മിനിറ്റ് ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റത്തിന് അതൊരു കാരണമാകും. നമുക്ക് പലർക്കുള്ള ഒരു ഹാബിറ്റാണ് നമ്മളിൽ പല ചേഞ്ച് ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും, അതായത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട പല കാര്യങ്ങളും നാളെ സ്റ്റാർട്ട് ചെയ്യാം, പിന്നീട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നീട്ടി കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ പല ആളുകളും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ 2-3 ദിവസം ആവേശത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രേക്ക് വരും. പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാളെ മുതൽ നേരത്തെ എണീച്ച് തുടങ്ങണം, നാളെ മുതൽ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ച് പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ കാലം തീരും. നമ്മളാണെങ്കിലോ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലാണ്ട് ലൈഫിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും. ഈ വീഡിയോയിൽ ഇങ്ങനെ മാറ്റി വെക്കാനുള്ള കാരണങ്ങൾ എന്താണ്, അതിന്റെ പിറകിലുള്ള സയൻസ് എന്താണ്, ആ ഹാബിറ്റ് നമുക്ക് പ്രാക്ടിക്കലി എങ്ങനെ മാറ്റിയെടുക്കാം, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴാണ് എല്ലാ തരത്തിലുള്ള ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. അത് ഹെൽത്ത് വൈസ് ആയിട്ടുള്ള ചേഞ്ച് ആവാം, വെൽത്ത് വൈസ് ആയിട്ടുള്ളതായിരിക്കാം, പേഴ്സണൽ ഗ്രോത്തും നമ്മുടെ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ പോലും ഇത് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഹാബിറ്റിൻ്റെ പിറകിൽ പ്രധാനമായിട്ടും 3 കാരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തത് അൺഡിസിപ്ലിൻഡ് ഡേ ടു ഡേ ലൈഫാണ്. അതായത് പ്രത്യേകിച്ചൊരു അച്ചടക്കമില്ലാത്ത ഒരു ദിവസങ്ങളായിരിക്കും നമ്മളിൽ കടന്നു പോകുന്നുണ്ടാവുക. എപ്പോഴൊക്കെ എണീക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ വായിക്കുന്നു, എന്തൊക്കെയോ മൊബൈലിൽ കാണുന്നു, വർക്കിന് പോകുന്നു, അല്ലെങ്കിൽ പഠിക്കുന്നു. ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാകും, പക്ഷേ എല്ലാം ഡിസോർഡർ ആയിട്ടായിരിക്കും. പ്രോപ്പർ ആയിട്ടുള്ള ടൈമിലായിരിക്കില്ല നമ്മൾ ചെയ്യുന്നുണ്ടാവുക. നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യത്തിനായിരിക്കില്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. ഇങ്ങനെ ഒരു അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഡേ ടു ഡേ ലൈഫ് ആണെന്നുണ്ടെങ്കിൽ ഈ മാറ്റി വെക്കുന്ന പ്രവണത കൂടി വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത് നോട്ട് ഹാവിങ് എ ക്ലാരിറ്റി ഇൻ ലൈഫാണ്. അതായത് നമുക്ക് ആക്ച്വലി എന്താണ് നമുക്ക് വേണ്ടത്, നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ധാരണ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അത് ചെയ്യണം, അങ്ങനെ ആവണം, പഠിക്കണം, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആവണം, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഏതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഈ ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഡേ ബൈ ഡേ നമ്മളിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ക്ലാരിറ്റി വന്നതിൻ്റെ ശേഷം മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. പക്ഷെ നമുക്കൊരു ഏകദേശം ഒരു ധാരണ വേണം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി എത്രത്തോളം ഡീപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ക്ലാരിറ്റി ഇല്ലായ്മയും കാര്യങ്ങൾ നീട്ടി വെക്കുന്ന പ്രവണത കൂട്ടി കൊണ്ടുവരും. മൂന്നാമത്തതാണ് ഫിസിക്കൽ ഓർ മെൻ്റൽ ഫാറ്റീഗ്. അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു ക്ഷീണം വരിക. എന്തിനും മടി, എക്സ്ട്രീം ആയിട്ടുള്ളൊരു ലേസിനെസ് എന്നുള്ളൊരു കണ്ടീഷൻ. അതായത് നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു ടി വിയുടെ റിമോട്ട് എടുത്തിട്ട് ആ ടി വി ഓഫ് ചെയ്യാൻ പോലും നമുക്ക് ചിലപ്പോൾ മടിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് ചിലപ്പോൾ നമുക്ക് നല്ല ദാഹിക്കുന്നുണ്ടാകും, പക്ഷേ വെള്ളം കുടിക്കാൻ മടിയായിരിക്കും. നമുക്ക് നന്നായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ടാകും, പക്ഷേ മടി കാരണം നമ്മൾ എന്തെങ്കിലും കുറച്ചും കൂടെ ഹോൾഡ് ചെയ്ത് വെക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാന്നിട്ട്. ഇതുപോലെ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ളൊരു മടി, ഇതും കാര്യങ്ങൾ മാറ്റി വെക്കുന്ന പ്രവണത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യന്മാരുടെ ബ്രെയിനിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ബ്രെയിനിന് പുതിയ കാര്യങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും, കാര്യങ്ങളൊക്കെ ഒരു ഒരു എന്തൊക്കെയോ ഒരു ഓർഡറിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ഇനി നിങ്ങൾ പുതിയൊരു ഓർഡറിലേക്ക് പോകുന്ന സമയത്ത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മടി വരുന്നത്. ഇന്ന് വരെ 8 മണിക്ക് എണീച്ച ഒരാൾ നാളെ മുതൽ 6 മണിക്കോ അല്ലെങ്കിൽ 5 മണിക്കോ എണീക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് ബ്രെയിനിന് തീരെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ തീരെ പരിചയമില്ലാത്തൊരു കാര്യമാണത്. അപ്പോൾ അതിന് നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ നേരത്തെ എണീക്കുന്നുള്ളൊരു ബോധത്തോടു കൂടി എണീക്കുമ്പോൾ മാത്രമാണ് അത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു 3 കാര്യങ്ങളാണ് കോമൺ ആയിട്ട് ഈ നാളത്തേക്ക് മാറ്റി വെക്കുന്ന പ്രവണത കൂട്ടുന്ന കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഒരു 45 ഡേയ്സ് ചലഞ്ചാണ്. അതായത് 45 ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. ആ കാര്യങ്ങൾ ഒരു ബ്രേക്കും വരാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടാവും ഇത്തരം ചലഞ്ച് പ്രോഗ്രാമുകളൊക്കെ. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഡേ ടു ഡേ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരേ പാറ്റേണിലാണത്. അതുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേൺ നിങ്ങളുടെ ബ്രെയിനിന് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടമുണ്ടാവില്ല, നിങ്ങൾക്ക് ചേഞ്ച് ആവണമെന്നൊക്കെ താല്പര്യം ഉണ്ടാവും. പക്ഷേ ആ ഒരു ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കോൺസെൻട്രേഷനും ഫോക്കസും കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ ബ്രെയിനിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. അതൊരു ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ നിങ്ങളൊരു 8 മണിക്ക് എണീക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നാളെ മുതൽ 5 മണിക്ക് എണീക്കണം എന്നൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് അത് ബ്രെയിനിന് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് കുറച്ച് റിസ്ക്കിയാണ്. സോ നിങ്ങൾ എണീക്കുന്ന സമയത്ത് ആദ്യത്തെ 1-2 ദിവസമൊക്കെ നിങ്ങൾക്ക് എണീക്കാൻ പറ്റുമായിരിക്കും. മൂന്നാമത്തെ ദിവസം മുതൽ അതിന് ബ്രേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ബ്രെയിൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ എഫേർട്ട് ഒന്നും ഇല്ലാണ്ട് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്രെയിൻ റിസൾട്ടിനേക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റിവാർഡിലായിരിക്കും. നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത്
ആ ഒരു കാര്യം ഒരു റെസിസ്റ്റൻസും ഇല്ലാണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫീലിംഗ് കിട്ടണം. അതുകൊണ്ടാണ് നാർക്കോട്ടിക്സ് അല്ലെങ്കിൽ പോൺ മൂവീസിനൊക്കെ കുട്ടികളൊക്കെ പെട്ടെന്ന് അഡിക്റ്റഡ് ആയി പോകുന്നത്. കാരണം അത് വലിയ എഫേർട്ടൊന്നും ഇല്ലാണ്ട് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അവർക്ക് എന്തോ ഒരു കിക്കും ഒരു സുഖമൊക്കെ കിട്ടുന്നു. സോ ആ കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് ബ്രെയിനിൻ്റെ ഒരു കാപ്പബിലിറ്റി ആണത്. ഈ ഒരു കാപ്പബിലിറ്റി നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങൾ, ചീത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ഇല്ല. ബ്രെയിൻ നോക്കുന്നത് ഏറ്റവും ഈസി ആയിട്ട് വലിയ എഫേർട്ടൊന്നും ഇല്ലാണ്ട് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ അതിനകത്താണ് ബ്രെയിൻ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതൊരു ഹാബിറ്റ് ലൂപ്പാണ്. അതിൻ്റെ പുറകിലുള്ള സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പമിൻ റിവാർഡ് സിസ്റ്റം ആണ്. ഈ ഒരു ഡോപ്പമിൻ റിവാർഡ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനും അത് നമുക്ക് നല്ല രീതിയിൽ ഗുണം കിട്ടുന്ന രീതിയിൽ അതിൻ്റെ ഫോക്കസ് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് നമ്മളെ പലപ്പോഴും ഇങ്ങനത്തെ ചലഞ്ച് പ്രോഗ്രാമുകൾ വെക്കുന്നത്. കാരണം നിങ്ങളൊരു 45 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കോർ ഹാബിറ്റുകൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഈ 45 ഡേയ്സ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു എഫേർട്ടും ഇല്ലാണ്ട് തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് രാവിലെ 5:30 4 മണിക്ക് നിങ്ങൾക്ക് എണീക്കാൻ കഴിയും. നിങ്ങൾ ചേഞ്ച് ഉണ്ടാക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ ഹാബിറ്റുകൾ ഉണ്ടല്ലോ. അത് റീഡിംഗ് ആയിരിക്കാം, എക്സസൈസ് ആവാം, പല കാര്യങ്ങളും ആയിരിക്കാം. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു റെസിസ്റ്റൻസും ഇല്ലാണ്ട് ഒരു കൺസിസ്റ്റൻസി ബാരിയറും ഇല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ 45 ഡേയ്സ് ചലഞ്ച് എന്നൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ഈ 45 ഡേയ്സ് കൊണ്ട് നമ്മുടെ ലൈഫിലെ ഏത് തരത്തിലുള്ളൊരു ചേഞ്ചാണ് വേണ്ടതെന്നുള്ളത് ഇൻറ്റൻഷൻ അത് നമ്മൾ സെറ്റ് ചെയ്യണം. എന്ത് തരത്തിലുള്ള ചേഞ്ചാണ് നമ്മുടെ ലൈഫിൽ 45 ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നുള്ളൊരു അതൊരു ക്ലാരിറ്റി ഉണ്ടല്ലോ, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ നോട്ട് പുസ്തകത്തിലോ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മൊബൈൽ ഫോണിലോ നോട്ട് പുസ്തകത്തിലോ എവിടെയെങ്കിലും എഴുതി വെക്കുക. മൂന്നാമത്തെ കാര്യം, കുറച്ച് കോർ ഹാബിറ്റുകൾ സെറ്റ് ചെയ്യുക. അതായത് ഈ 45 ദിവസങ്ങൾ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാ ദിവസവും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു ശീലം നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്ത് വെക്കുക. ആ ഒരൊറ്റ ശീലം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ദിവസം നല്ല പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ശീലമായിരിക്കണം. ഫോർ എക്സാമ്പിളിന് രാവിലെ 4 മണിയുടെയും 6 മണിയുടെയും ഇടയിലായിട്ട് എല്ലാ ദിവസവും എണീക്കാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം ഏർലി മോർണിംഗിൽ എണീച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് വെക്കാനും പറ്റും. അതുപോലെ മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തഹജ്ജുദ് പ്രയർ എല്ലാ ദിവസവും നിസ്കരിക്കുക എന്നുള്ളത് ഈ 45 ഡേയ്സിൽ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ദിവസം ഭയങ്കര എനർജി കിട്ടുന്നു, ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗും കിട്ടും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തലയിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ ലൈറ്റായിട്ട് വളരെ ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതുവരെയുള്ള നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് എന്ന് വെച്ചാൽ ഒരു കുത്തഴിഞ്ഞൊരു അവസ്ഥയിലായിരിക്കും. പ്രത്യേകിച്ച് ഓർഡറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നാളെ മുതൽ ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വളരെ സ്മൂത്തായിട്ട് ലൈറ്റായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര എഫേർട്ട് ഇടുന്ന സമയത്ത് ബ്രെയിനിൻ്റെ അടുത്ത് നിന്ന് നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് വരും, മടി കൂടാനുള്ള സാധ്യത കൂടുതലാണ്. സോ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, നല്ലൊരു ശീലം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നാളെ മുതൽ നിങ്ങൾക്ക് നേരത്തെ എണീച്ച് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൂചന ക്ലിയർ ആയിരിക്കണം. കാരണം എന്തിനാണ് ഞാൻ നാളെ നേരത്തെ എണീക്കുന്നത്, നാളെ നേരത്തെ എണീച്ചതിൻ്റെ ശേഷം എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണ്, ആ കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ എണീക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നേരത്തെ എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നേരത്തെ എണീക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു വാക്കിന് പോവുക. വീടിന് തൊട്ടടുത്തുള്ള ഇടവഴിയിലൊന്നും അല്ലാണ്ട് നമുക്ക് കുറച്ചൊക്കെ ഭംഗിയുള്ള കുറച്ചും കൂടെ ഒരു പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന വല്ല ഗ്രൗണ്ടിലോ വല്ല വയലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിലൊക്കെ പോയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നിങ്ങൾക്ക് അതിലൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതൊരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളൊരു സുഹൃത്തിനെ കണ്ടിട്ട് കുറച്ച് സംസാരിക്കാം. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഈ നേരത്തെ എണീക്കുന്നത് ഇങ്ങനെ ഒരു പാർക്കിൽ പോകാനാണ്. അവിടെ സുഹൃത്തിനോട് സംസാരിക്കുന്നു, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. സോ അതൊരു നമുക്ക് കൊടുക്കുന്ന ഒരു റിവാർഡാണ്. അല്ലെങ്കിൽ അത് നമ്മുടെ ബ്രെയിൻ നമ്മൾ കൊടുക്കുന്ന ഒരു കിക്കാണ്. ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഹാബിറ്റിനോട് പെട്ടെന്ന് നമ്മൾ തലച്ചോറ് പൊരുത്തപ്പെടും. പിന്നെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ആ കാര്യം ചെയ്യുന്നത് എന്തിനാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെടുന്ന വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കും. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.